ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പ് ദൈവനിയോഗത്തിലേക്കുള്ള മടങ്ങിവരവിൻ്റെ കാലഘട്ടമാണ്. നമ്മിലെ നഷ്ടപ്പെട്ട നന്മകളെ തിരികെ പിടിക്കുന്ന കാലം. ലോയ്ഡ് ഡഗ്ലസിൻ്റെ ക്രിസ്ത്യൻ ചരിത്ര നോവലാണ് ദ റോബ്. യേശുവിനെ ക്രൂശിക്കാൻ നിയോഗിക്കപ്പെട്ട റോമ പടത്തലവനിലൂടെയാണ് നോവൽ പുരോഗമിക്കുന്നത്. യേശുവിൻ്റെ മേലങ്കി ചീട്ടിട്ട് നേടിയ പടയാളി, നീചനും ദുഷ്ട സ്വഭാവത്തിനുടമയുമായ അവൻ്റെ കയ്യിൽ മേലങ്കി വന്നപ്പോൾ അവനിൽ മാറ്റം സംഭവിക്കുന്നു. യേശുവിനെ ക്രൂശിലേറ്റിയതിൽ കുറ്റബോധവും പശ്ചാത്താപവും നിറയുന്നു. അങ്ങനെ പടയാളിയിൽ രൂപാന്തരം ഉണ്ടായി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നു. ക്രിസ്തുവിനെ ധരിക്കുന്നതിലൂടെ രൂപാന്തരത്തിലേക്ക് നയിക്കപ്പെടണം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതിന് കുറിവാക്യമായി എടുത്തിരിക്കുന്നത് ഗലാത്യർ 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് യേശു ക്രിസ്തു മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഗലാത്യ ലേഖനം ചിന്തിക്കുന്നു. പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തെ ഗലാത്യ ലേഖനത്തിൽ വരച്ചു കാട്ടുന്നു. ഒന്നാമത്തെ ചിന്ത: ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സ്നേഹത്തിലൂടെ. ന്യായപ്രമാണത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് ഉവുകളുടെയും അരുതുകളുടെയും ലോകത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സ്നേഹത്തിലൂടെ നേടുന്നതാണ്. ചിലതിനെ ഭയപ്പെട്ട് ചെയ്യാതെ ഇരിക്കുന്നതല്ല, സ്നേഹത്തിൽ ചിലതിനെ നിയമത്തിനപ്പുറമായി നിറവേറ്റുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ക്രിസ്തീയ ജീവിതം തടവറയല്ല, മറിച്ച് അത് കൃപയിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ചിലർക്ക് മാത്രം അവകാശപ്പെടുന്നതല്ല, എല്ലാവർക്കും ലഭിക്കുന്ന പദവിയാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവായി ലോകത്തിന് നൽകിയെങ്കിൽ ആ സ്നേഹം നമ്മോടും ആവശ്യപ്പെടുന്നു. സ്നേഹത്തിൻ്റെ ആൾരൂപങ്ങൾ ആവാനാണ്. നമ്മൾ വിളിക്കപ്പെട്ടത് അനേകരുടെ അധികാരിയായി ഇരിപ്പാനല്ല, അനേകർക്ക് സ്നേഹത്തിലൂടെ സ്വാതന്ത്ര്യം പങ്കിടാനാണ്. സ്വാർത്ഥതയ്ക്കപ്പുറം നമ്മുടെ ജീവിതം സ്നേഹത്തിൻ്റെ ആഘോഷമാക്കാം. നമുക്ക് ലഭിച്ച സ്നേഹത്തിലും ഉപരിയായി സ്നേഹത്തെ പങ്കുവയ്ക്കാം. സ്നേഹത്തിൻ്റെ വാഹകരാവാം നമുക്കേവർക്കും. രണ്ടാമത്തെ ചിന്ത: ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആത്മാവിൻ്റെ ഫലങ്ങളെ പുൽകുന്നത്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന സ്വാതന്ത്ര്യം വ്യക്തി ജീവിതങ്ങളെ ഔന്നത്യങ്ങളിലേക്ക് നയിക്കും. ആത്മാവിൽ വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയ 9 ഫലങ്ങൾ. അത് രൂപപ്പെടുത്തിയതോ നിർമ്മിച്ചതോ അല്ല. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കുള്ള പ്രവർത്തികൾ അധമമായ മനുഷ്യഭാവങ്ങളും പ്രവർത്തികളുമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ വ്യക്തിത്വത്തെയും ആത്മാവിനെയും നശിപ്പിക്കും. ജഡത്തിൻ്റെ പ്രവൃത്തിയും ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നുമാണ് പൗലോസ് വിശദീകരിക്കുന്നത്. പ്രവൃത്തികൾ അത് ചില പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്, ഫലം അല്ലാതെ ലഭിക്കുന്ന സമ്മാനമാണ്. ആത്മാവിനെ അനുസരിക്കുന്നവർ ശ്രേഷ്ഠമായ വ്യക്തിഭാവങ്ങളും ഉദാത്തമായ സാമൂഹിക ജീവിതവും ലഭിക്കുന്നു. കുറ്റബോധമില്ലാതെ ജീവിക്കുന്നതിനും നിത്യതയുടെ പങ്കുകാരാവാനും കഴിയും. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നന്മയോ തിന്മയോ എന്നതുപോലെ തന്നെ പ്രധാനമാണ്, നമ്മിൽ അതിൻ്റെ ഫലം എങ്ങനെയാണ് എന്ന്. ആത്മാവിൽ വസിക്കുന്നവർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾക്കപ്പുറം നല്ല വ്യക്തിത്വം ഉള്ളവരാകുക എന്നതാണ്. സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നവർ സ്വാതന്ത്ര്യത്തെ ജഡമോഹങ്ങൾക്ക് അവസരമാക്കാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കും. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ ഉന്നതമായ മാനുഷിക ഭാവങ്ങളിലേക്ക് പ്രകാശിക്കപ്പെടുകയും സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാവുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പിൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് സ്നേഹത്തിൻ്റെ വാഹകരായി ആത്മാവിൻ്റെ ഫലങ്ങളെ പുൽകി നല്ല വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടാനും പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.